ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിലുള്ള ഒരു ചക്കമുറുക്കാണ്. ചക്കന്റെ സീസൺ ആണല്ലോ, അപ്പൊ അത് വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള ഒരു ചക്കമുറുക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ ശ്രദ്ധിക്കണം, എന്നാലും എന്തെങ്കിലും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ചക്കമുറുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടു നോക്കാം. അപ്പൊ ഞാൻ എന്താ ചക്കമുറുക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് ഇതുപോലെ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. പച്ച ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഒരു 10 ചോള ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ചക്ക ഇതുപോലെ നന്നായിട്ടൊന്ന് പുര കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ആദ്യം ചക്ക ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് മിക്സർ ജാറിന്ന് എടുത്തിട്ടുണ്ട്. ഈ ചക്ക മുഴുവനായിട്ട് മിക്സർ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ. അപ്പൊ ഞാൻ ചക്ക മുഴുവനായിട്ട് മിക്സർ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, കൂടി പോരുത്. നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈൻ അരച്ചെടുക്കണേ, തരികളൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പൊ ഞാൻ മിക്സർ ജാറിന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണ്ടേ. അപ്പൊ ഇതാ ഞാൻ ചക്ക ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ചക്ക അരച്ചത് ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്കുള്ള അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ അതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ. നമ്മൾ സാധാ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കണ വറുത്ത അരിപ്പൊടി ഇല്ല, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ 1 ടേബിൾ സ്പൂണ് എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അളവ് കുറച്ചിട്ട് എടുക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ പാകത്തിന് ഉപ്പും 1 ടീസ്പൂണ് കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ സാമ്പാർ കായ ഇല്ലേ, അത് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് എടുക്കുക കേട്ടോ. അതുപോലെ നല്ല രീതിക്ക് തന്നെ മിക്സ് ആയിട്ട് എടുക്കണേ. നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. നമ്മളെ ഇടിയപ്പത്തിന്റെ മാവൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ നല്ല രീതിക്ക് തന്നെ കുഴച്ചെടുക്കണേ. അപ്പൊ ഞാൻ നമ്മളെ മാവ് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം കേട്ടോ മാവ്. ആ രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കണേ. കുറെ ലൂസായി പോകാനും പാടില്ല, കുറെ ടൈറ്റ് ആയി പോകാനും പാടില്ല. നമുക്ക് നുറുക്കുണ്ടാക്കി എടുക്കാം. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് സേവനായി എടുത്തിട്ടുണ്ട്. സേവനായില് കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ, മാവ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി. നമ്മൾ നുറുക്കുണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സേവനായില് ഇത് അതുപോലത്തെ ഒരു ചില്ലുണ്ടല്ലോ, സ്റ്റാറിന്റെ ഷേപ്പുള്ള ആ ഒരു ചില്ലാണ് ഇട്ട് കൊടുക്കണത്. ഇതാ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ മാവ് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഫുള്ളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ടൈറ്റ് ആയിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് നുറുക്കുണ്ടാക്കി ഇറക്കാൻ വേണ്ടിട്ട് ഇത് അതുപോലെ ചട്ടി നടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇവിടെ ഇരുമ്പിന്റെ ചട്ടിയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ എപ്പോഴും ഇതിലാണ് കേട്ടോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഇറക്കല്. നിങ്ങളടുത്ത് നോൺ സ്റ്റിക്കിന്റെ ചട്ടിയാണെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതിയെ. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാതിന് ശേഷം ഇതുപോലെ നമ്മൾ നുറുക്ക് ഇതുപോലെ ഷേപ്പിലാക്കിയിട്ട് ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നുറുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നുറുക്കിട്ട് കഴിഞ്ഞതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളിട്ട് വേവില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ഒരു ഭാഗം ബ്രൗൺ നിറായിട്ട് വരുമ്പം മറ്റേ ഭാഗം ഇതുപോലെ മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഞാൻ 2 ഭാഗം ഇതുപോലെ ഒന്ന് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് എണ്ണയെന്ന് കോരി മാറ്റാം. അപ്പൊ ഞാൻ അത് എണ്ണയെന്ന് കോരി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പൊ ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ കേട്ടോ ചെയ്തെടുക്കണത്. ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ടൊന്നല്ല കേട്ടോ, ഷേപ്പ് ആക്കാതെ ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷേപ്പ് ആക്കിയിട്ട് തന്നെ ഉണ്ടാക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഞാൻ ബാക്കിയുള്ളത് ഈ ഒരു രീതിക്കാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഒരു ഭാഗം ബ്രൗൺ നിറായിട്ട് വരുമ്പോൾ മറ്റേ ഭാഗം അതുപോലെ മറിച്ചിട്ട് ബ്രൗൺ നിറാണ് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇതാ നമ്മളെ നുറുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയെന്ന് കോരി മാറ്റാം. അപ്പൊ ഇതാ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള ചക്കമുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചക്ക കൊണ്ട് എന്തുണ്ടാക്കുകയാണെങ്കിലും അത് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നല്ല ക്രിസ്പി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് അതിനെ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ക്രിസ്പിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് കണ്ടില്ല, നല്ല ക്രിസ്പിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടത്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ക്രിസ്പി നമുക്ക് വൈകുന്നേരത്തെ സമയത്ത് നമ്മളെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള പലഹാരമാണ് കേട്ടത്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ചക്കന്റെ സീസൺ ആണല്ലോ, അപ്പൊ ഈ ചക്ക കിട്ടുമ്പോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പൊ ഇന്നത്തെ നമ്മളെ ചക്കമുറുക്കിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ ഇതിന് നല്ല വെറൈറ്റി വീഡിയോസുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.